السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. سنة النبي ആദാബുൽ കലാം സംസാര മര്യാദകൾ. 16ാമത്തെ കാര്യം, ഒരു സദസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സദസ്സിലുള്ള ആളുകൾ ഒരു സംസാരത്തിലാണെങ്കിൽ അതിനിടയിൽ കയറി അവരുടെ സംസാരം മുറിച്ചു കളയരുത് എന്ന കാര്യമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള 59 നമ്പർ ഹദീസ്, ബൈനമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മജ്ലിസിൻ യുഹദ്ദിസുൽ ഖൗമ ജാഅഹു അഅറാബിയ്യുൻ ഫഖാല മത്തസ്സാഅ فمضى رسول الله صلى الله عليه وسلم يحدث فقال بعض القوم سمع ما قال فكره ما قال وقال بعضهم بل لم يسمع حتى إذا قضى حديثه قال أين السائل عن الساعة قال ها أنا يا رسول الله قال فإذا ضيعت الأمانة فانتظر الساعة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ഇവിടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങളായിരിക്കാം, ഖുർആനോ ഹദീസോ അല്ലെങ്കിൽ അതുപോലുള്ള വിഷയങ്ങളോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അറാബിയായ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, എപ്പോഴാണ് അന്ത്യസമയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് ഉടനെ മറുപടി നൽകാതെ തന്റെ സംസാരത്തിൽ മുന്നോട്ട് പോയി. അപ്പോൾ സഹാബത്ത് പരസ്പരം അഭിപ്രായപ്പെട്ടു, അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം പറഞ്ഞതിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെറുപ്പായിരിക്കാം. വേറെ ചില ആളുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ടിട്ടില്ല എന്നൊക്കെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സംസാരം പൂർത്തിയാക്കിയതിനു ശേഷം ചോദിച്ചു, അന്ത്യസമയത്തെ സംബന്ധിച്ച് ചോദിച്ചവൻ എവിടെ, അയാൾ എവിടെ പോയി എന്ന്. അപ്പോൾ അയാൾ ഞാനിതാ ഇവിടെയുണ്ട് എന്ന് പറയുകയും ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ വിശദീകരിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധമില്ല എന്നതുകൊണ്ട്. ഈ പറഞ്ഞ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അന്ത്യസമയത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അന്ത്യസമയത്തെക്കുറിച്ചുള്ള ചോദ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ മറുപടി പറഞ്ഞില്ല. താൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പൂർത്തിയാക്കിയതിനു ശേഷം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് മറുപടി നൽകിയത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പല കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, പണ്ഡിതന്മാരായ ആളുകൾ അല്ലെങ്കിൽ വിവരമുള്ള ആളുകൾ ചോദ്യകർത്താവിനെ അവഗണിച്ച് വിട്ടേക്കരുത് എന്നതാണ്. അല്ലെങ്കിൽ അയാളെ ആട്ടിയോടിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദിച്ച ആളോട് ആക്ഷേപിക്കുകയോ മറ്റോ ചെയ്തില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളെ പരിഗണിച്ചില്ല, അവഗണിച്ചു ആദ്യം. പിന്നെ തന്റെ സംസാരം പൂർത്തിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യകർത്താവിനെ അന്വേഷിക്കുകയും അയാളുടെ ചോദ്യങ്ങൾ കേൾക്കുകയും അയാൾക്ക് മറുപടി നൽകുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ ഇവിടെ പ്രവാചകൻ ആ ചോദിച്ച ഉടനെ മറുപടി പറയാതിരുന്നത് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസാരം മുറിഞ്ഞു പോകാതിരിക്കാനാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അപ്പോൾ ഒരാളുടെ സംസാരം മുറിച്ചു കളയുന്ന അല്ലെങ്കിൽ ഒരു സദസ്സിന്റെ സംസാരം മുറിച്ചു കളയുന്ന രീതിയിൽ അതിനിടയിൽ നമ്മൾ ഇടപെടരുത് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അതേപോലെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, പഠിതാക്കളായ ചോദ്യകർത്താക്കളായ ആളുകൾ, ചോദിക്കപ്പെടുന്ന പണ്ഡിതന്മാർ, അവർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യാപൃതരാണെങ്കിൽ അവരോട് അതിനിടയിൽ കയറി ചോദിക്കരുത്. കാരണം അവരെന്തൊരു കാര്യമാണ് നിർവഹിക്കുന്നത് അതാണ് മുൻഗണന നൽകേണ്ടത്. ഇമാം മാലിക് അഹമ്മദ് റഹിമഹുമുള്ള എന്നീ ആളുകൾ ഈ ഹദീസ് വെച്ചുകൊണ്ട് ഖുത്ബക്കിടയിൽ ഒരാൾ ചോദ്യം ചോദിച്ചാൽ, ഖുത്ബയിൽ നിന്ന് വിരമിച്ചാൽ, ഖുത്ബ അവസാനിച്ചാൽ മാത്രമേ അയാൾക്ക് ചോദ്യകർത്താവിന് മറുപടി പറയേണ്ടതുള്ളൂ എന്ന അഭിപ്രായം സ്വീകരിച്ചത് കാണാം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഖുത്ബയുടെ വാജിബാത്തുകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ കഴിയുന്നതുവരെ മറുപടി ബന്ധിപ്പിക്കാം, എന്നിട്ട് മറുപടി പറയാം എന്ന അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ചില ആളുകൾ ഇതിനെ ഒന്നുകൂടി വിശദമാക്കിയത് കാണാം. ചോദിക്കപ്പെടുന്ന കാര്യം മതത്തിൽ ഗൌരവമേറിയ അല്ലെങ്കിൽ സുപ്രധാനമായ ഒരു വിഷയമോ ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രത്യേകമായ ഒരു കാര്യമോ ആണെങ്കിൽ ആ ചോദ്യത്തിന് ഉടനെ മറുപടി പറയുക എന്നതാണ് മുസ്തഹബായിട്ടുള്ള കാര്യം. മറുപടിക്ക് ശേഷം തന്റെ സംസാരം പൂർത്തിയാക്കണം. എന്നാൽ അത്തരമൊരു ഗൌരവമേറിയ ഒന്നുകിൽ ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൌരവമുള്ള കാര്യമല്ല എങ്കിൽ മറുപടി ബന്ധിപ്പിക്കുകയും അവസാനം മറുപടി പറയുകയും ചെയ്യാവുന്നതാണ് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന് തെളിവായിക്കൊണ്ട് മറ്റു ചില ഹദീസുകൾ പണ്ഡിതന്മാർ നൽകിയത് കാണാം. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2385 നമ്പർ ഹദീസ്, അൻ അനസിൻ അന്നഹു ഖാൽ
جاء رجل إلى رسول الله صلى الله عليه وسلم فقال يا رسول الله متى قيام الساعة فقام النبي صلى الله عليه وسلم إلى الصلاة فلما قضى صلاته قال أين السائل عن قيام الساعة فقال الرجل أنا يا رسول الله. മുകളിൽ പറഞ്ഞതുപോലുള്ള സമാനമായ വേറെ ഒരു സംഭവമാണ്. ആദ്യം പറഞ്ഞത് ഒരു ഖുത്ബക്കിടയിലാണ് ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിക്കുന്നത്. ഇവിടെ ഒരാൾ കടന്നു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ ദൂതരെ എപ്പോഴാകുന്നു ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയാതെ നമസ്കാരത്തിനായി നിന്നു. നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു ഐന സാഇൽ അൻ ഖിയാമിസ് സാഅ, അന്ത്യസമയം നിലവിൽ വരുന്നതിനെ സംബന്ധിച്ച് ചോദിച്ച ആൾ എവിടെ? അപ്പോ അയാൾ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് അങ്ങോട്ടൊരു ചോദ്യം, നീ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് തയ്യാറാക്കിയത് എന്ന് ചോദിച്ച് അതിനുള്ള മറുപടികൾ വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭത്തിലും അയാളുടെ ചോദ്യത്തിന് ഉടനെ മറുപടി പറഞ്ഞില്ല എന്ന് കാണാം. ഒരുപക്ഷെ ഖിയാമത്ത് നാൾ എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ ആർക്കും അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും അറിയാത്ത ഒരു കാര്യമാണ് എന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉടനെ കിട്ടേണ്ടുന്ന ഒരു വിവരമല്ല എന്നതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പിന്തിപ്പിച്ചിട്ടുള്ളത്. ഇനി ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ തന്റെ സംസാരം മുറിച്ച് ചോദ്യകർത്താവിന് മറുപടി നൽകാനും തെളിവുണ്ട്. ഇമാം മുസ്ലിം റിവായത്തിലുള്ള 876 നമ്പർ ഹദീസ് അബൂ റിഫാഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ പ്രവാചകന്റെ അടുക്കലേക്ക് എത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, അപരിചിതനായ ഒരു മനുഷ്യൻ അയാൾ തന്റെ മതത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് തന്റെ മതമെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. അതായത് അബൂ റിഫാഅ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യം കേട്ട സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രസംഗം ഒഴിവാക്കുകയും എന്നിട്ട് അബൂ റിഫാഅയുടെ അടുക്കലേക്ക് മുന്നിട്ട് വരികയും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഒരു കസേര കൊണ്ടുവരപ്പെട്ടു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആള് പറയുന്നത് ഈ കസേരയുടെ കാലുകൾ ഇരുമ്പിന്റേതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കസേരയിൽ ഇരിക്കുകയും എന്നിട്ട് വജഅല യുഅല്ലിമുനി മിമ്മാ അല്ലമഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത കാര്യത്തിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ തുടങ്ങി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബയിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് തന്റെ ഖുത്ബ പൂർത്തീകരിച്ചു. ഇവിടെ മുമ്പത്തെ ചോദ്യമല്ല, നേരത്തെയുള്ള 2 ഹദീസുകളിലും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. ഇവിടെ താൻ എന്റെ മതത്തെ എങ്ങനെ മനസ്സിലാക്കണം, എന്താണ് ദീൻ എന്നതാണ് അബൂ റിഫാഅ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുള്ള ചോദ്യം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നിർത്തി ചോദ്യകർത്താവിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് എന്നിട്ടൊരു കസേരയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അയാൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം പോയി ഖുത്ബ പൂർത്തീകരിച്ചു എന്നതാണ് ഈ ഹദീസിലുള്ളത്. അപ്പോൾ ഇവിടെ ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മതത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നത് അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്നതിനാലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്തിപ്പിക്കാതെ ഖുത്ബക്കിടയിൽ ചോദ്യകർത്താവിനെ പരിഗണിച്ചുകൊണ്ട് മറുപടി നൽകിയിട്ടുള്ളത്. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 20209 നമ്പർ ഹദീസിൽ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇത് സ്വഹീഹുൻ ലിഗൈരിഹി എന്ന ഇനത്തിൽപ്പെടുന്നതാണ് എന്ന് ഷെയ്ഖ് ഷുഐബ് അൽ അർണൌത്ത് രേഖപ്പെടുത്തിയത് കാണാം. സമുറത്ത് ഇബ്നു ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ ഒരു അഅറാബിയായ മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം ഫഖതഅ അലൈഹി ഖുത്ബതഹു, നബിയുടെ ഖുത്ബ അദ്ദേഹം മുറിച്ചു കളഞ്ഞു. എങ്ങനെ മുറിച്ചത്? ഫഖാല യാ റസൂലല്ലാഹ് കൈഫ തഖൂലു ഫിൽ ലബ്ബ്, അള്ളാഹുവിന്റെ ദൂതരെ, ഉടുമ്പിനെ സംബന്ധിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് മറുപടി നൽകി എന്ന് ഹദീത്തിന്റെ അവസാന ഭാഗത്ത് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയും ഖുത്ബക്കിടയിൽ ചോദ്യകർത്താവിനെ പരിഗണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവയെല്ലാം വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്, ചോദ്യകർത്താവിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വിഷയമോ അനിവാര്യമായി ഉടനെ മറുപടി പറയേണ്ടുന്ന വിഷയമാണെങ്കിൽ പിന്തിപ്പിക്കാതെ മറുപടി പറയാം. അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് ചോദിക്കുകയും ചെയ്യാം. ഇത് സംസാരം മുറിച്ചു കളയുക എന്നതിൽ പെടുകയില്ല, അല്ലെങ്കിൽ ആക്ഷേപകരമായ കാര്യമല്ല എന്നതാണ്. എന്നാൽ ആദ്യത്തെ 2 ഹദീസിൽ പറഞ്ഞതുപോലെ വിഷയം ഉടനെ മനസ്സിലാക്കേണ്ടുന്ന കാര്യമല്ല എങ്കിൽ മറുപടി പിന്തിപ്പിക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ സംസാരം മുറിച്ചു കളയുന്ന രീതിയിൽ ചോദിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് സംസാര മര്യാദയിൽപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം. ഈ വിഷയകമായി മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി 6337 നമ്പറായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റിപ്പോർട്ട്.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആളുകൾക്ക് നൽകിയിട്ടുള്ള ഒരു ഉപദേശമാണ്. ഹദ്ദിസിൻ നാസ കുല്ല ജുമുഅ മറ ഫൈൻ അബൈത ഫമറതൈൻ ഫൈൻ അക്സർത ഫസലാസ മിറാർ വലാ തുമില്ലൻ നാസ ഹാദൽ ഖുർആൻ. നീ എല്ലാ വെള്ളിയാഴ്ചയും എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും, എല്ലാ വെള്ളിയാഴ്ചയും എന്നല്ല അർത്ഥം, വാക്ക് അങ്ങനെയാണ്. കുല്ലു ജുമുഅ, കുല്ലു സബ്ത് എന്നൊക്കെയുള്ള ഉപയോഗങ്ങൾ എല്ലാ വെള്ളിയും എല്ലാ ശനിയും എന്ന അർത്ഥത്തിലല്ല, എല്ലാ ആഴ്ചയിലും എന്ന അർത്ഥത്തിൽ ഹദീസുകളിലും ഭാഷയിലും പ്രയോഗിക്കാറുണ്ട്. ഇവിടെ ആ അർത്ഥത്തിലാണ്. എല്ലാ ആഴ്ചയിലും ഒരു തവണ നീ ജനങ്ങളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വെറും സംസാരമല്ല ഉദ്ദേശിക്കുന്നത്, മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇനി അത് പോരായെങ്കിൽ, അല്ലെങ്കിൽ അത് മതിയാവുകയില്ല എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ ആഴ്ചയിൽ 2 തവണ സംസാരിച്ചോ. അതല്ല, ഇനിയും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആഴ്ചയിൽ 3 തവണ സംസാരിച്ചോ. വലാ തുമില്ലൻ നാസ ഹാദൽ ഖുർആൻ. നീ ജനങ്ങൾക്ക് ഈ ഖുർആനിനെ മടുപ്പുള്ളതാക്കരുത്. അതായത് കൂടുതലായി നൽകുന്ന ഉപദേശങ്ങൾ, കൂടുതൽ സംസാരങ്ങൾ അത് ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കും. അങ്ങനെ ആക്കരുത്. ഇനി പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ വിഷയവുമായി പ്രധാനമായും ബന്ധപ്പെട്ടിട്ടുള്ളത്. വലാ ഉൽഫിയന്നക തഅതിൽ ഖൗമ വഹും ഫീ ഹദീസിൻ മിൻ ഹദീസിഹിം ഫതഖുസ്സു അലൈഹിം. നിന്നെ ഞാൻ കാണാതിരിക്കട്ടെ, അതായത് ആളുകളോട് സംസാരിക്കുന്ന, അതേപോലെ ഉപദേശങ്ങൾ നടത്തുന്ന ആളുകളോടും അടക്കമുള്ള ഒരു ഇബ്നു അബ്ബാസിന്റെ ഉപദേശമാകുന്നു ഇത്. നിന്നെ ഞാൻ കാണാതിരിക്കട്ടെ. എങ്ങനെ? ഒരു വിഭാഗം ആളുകൾ അവരുടെ സംസാരങ്ങളിൽപ്പെട്ട എന്തോ ഒരു സംസാരത്തിലായിരിക്കെ അവരുടെ അടുക്കൽ നീ ചെല്ലുന്നു, എന്നിട്ട് അവരോട് നീ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഫതഖ്തഉ അലൈഹിം ഹദീസഹും ഫതുമില്ലഹും. അങ്ങനെ നീ അവരുടെ സംസാരത്തെ, അവർ നടത്തിക്കൊണ്ടിരുന്ന സംസാരത്തെ നിന്റെ സംസാരം കൊണ്ട് നീ മുറിച്ചു കളയുകയും അവരെ നീ മടുപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നീ ചെയ്യരുത്. വലാകിൻ അൻസിത്, എന്നാൽ നീ മൗനം പാലിക്കുക. ഫൈദ അമറൂക, എന്നിട്ട് നീ ഏത് സദസ്സിലേക്കാണോ ചെന്നത് അവർ നിന്നോട് ഇങ്ങോട്ട് കൽപ്പിച്ചാൽ, അതായത് താങ്കൾ സംസാരിച്ചോളൂ, നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഫഹദ്ദിസ്ഹും, അപ്പോൾ നീ അവരോട് സംസാരിക്കുക. വഹും യസ്തഹൂനഹു, അവരത് കേൾക്കാൻ കൊതിയുള്ളവരായിരിക്കെ. അപ്പൊ ഒരു സംസാരം സദസ്യർക്ക് കേൾക്കാൻ താല്പര്യമുണ്ടാകണം. ആ താല്പര്യമുള്ളപ്പോഴാണ് പറയേണ്ടത്, എങ്കിൽ അത് കൂടുതൽ അവർ ശ്രദ്ധിക്കും. അപ്പൊ അതുവരെ അവരുടെ സംസാരം തീരുന്നതുവരെ നീ കാത്തിരിക്കണം. അതല്ലെങ്കിൽ അവർ നിന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിനക്ക് സംസാരിക്കാം എന്നതാണ്. അപ്പൊ ഈ ഇബ്നു അബ്ബാസിന്റെ ഉപദേശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സംസാരത്തിനിടയിൽ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ 2 ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ കയറി ചെന്നാൽ അവിടെ കാത്തിരിക്കണം. അതിനിടയിൽ കയറി അവരുടെ സംസാരം മുറിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നതാണ്. ഇത് ഇമാം ബുഖാരി 6337 നമ്പറായി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവിടെ അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് ഹദ്ദിസ്ന ഔ ദക്കിർന ഔ ഇദ്ന, നിങ്ങൾ ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരൂ, അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിക്കൂ, ഞങ്ങളെ നിങ്ങൾ ഓർമ്മപ്പെടുത്തൂ, ഞങ്ങളെ നിങ്ങൾ ഉപദേശിക്കൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവരോട് സംസാരിക്കുക. അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് അവരോട് സംസാരിക്കണം. അപ്പോഴാണ് ഒരു സംസാരം ഏറ്റവും ഹൃദ്യമായി തീരുന്നതും അവരുടെ മനസ്സിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതും എന്നർത്ഥം. അപ്പോൾ ഈ കാര്യം സംസാരിക്കുന്നവരും സംസാരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നവരും സംസാരത്തിൽ ഇടപെടുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.